നമസ്കാരം. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വീഡിയോയും ചില ചിത്രങ്ങളും വല്ലാതെ പ്രചരിപ്പിക്കപ്പെടുന്നു. പലരും അതിനെ കളിയാക്കിയും ട്രോൾ ചെയ്തുമൊക്കെ. വീഡിയോയിലെയും ചിത്രങ്ങളിലെയും പ്രധാന കഥാപാത്രം ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ്, വ്യാജഗാന്ധി കുടുംബത്തിന്റെ യുവരാജാവ് ശ്രീ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ചില കുട്ടികൾ ഒരു റെസ്റ്റോറന്റിന്റെ പുറകിലുള്ള കളിസ്ഥലത്ത് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു പ്രദേശത്ത് കളിക്കുന്നതും രാഹുൽ ഗാന്ധിയുടെ ഷോർട്സ് ഒക്കെ ഇട്ട് നിൽക്കുന്നതും ഒപ്പം അതിന്റെ ഒരു വീഡിയോ ഒരു വിനോദയാത്ര പോലെ എന്തോ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിൽ ബോട്ടിൽ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പർദ്ദ പോലെ എന്തോ ഒരു സ്യൂട്ടിട്ടൊരു സ്ത്രീയും മറ്റൊരു കുട്ടിയും ഇരിക്കുന്ന ഒരു ചിത്രം, ഇതെല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം രാഹുൽ ഗാന്ധിയുടെ രഹസ്യ കുടുംബമാണ്, ഭാര്യയാണ്, കുട്ടിയാണ് തുടങ്ങിയ രീതിയിലുള്ള പരിഹാസങ്ങളും ട്രോളുകളും എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ്. അത് സംബന്ധിച്ചൊരു അഭിപ്രായം പറയാനല്ല ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇതിനെ കുറച്ച് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം അതില് എന്നുള്ളൊരു അഭിപ്രായം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. കാരണം ഇതിൽ പലതും AI ആവാനുള്ള സാധ്യതയുണ്ട്, ചിത്രങ്ങൾ ഉൾപ്പെടെ. കാരണം ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു നമ്മുടെ ദേശീയതയോട് അടുത്ത് നിൽക്കുന്ന പലരും ഇതിൽ രാഹുൽ ഗാന്ധിയുടെ ഭാര്യ പാകിസ്ഥാനിയാണോ തുടങ്ങിയ പല ചോദ്യങ്ങളുണ്ട്. ഭാര്യ ഉണ്ടോ എന്നുള്ളത് തന്നെ സ്ഥിരീകരിക്കപ്പെടാത്ത വിവരമാണ്. കൊളംബിയയിൽ അദ്ദേഹത്തിന് കുടുംബമുണ്ടെന്ന് കുറെ കാലമായ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പൊതുമണ്ഡലത്തിൽ തന്നെ. കേരളത്തിൽ അദ്ദേഹത്തിന്റെ കൊളംബിയയിൽ നിന്നുള്ള കൂട്ടുകാരിയുമായി ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുവാനെത്തിയപ്പോൾ കേരള DGP തന്നെ പോയി സുരക്ഷയൊരുക്കി കൊടുത്ത യഥാർത്ഥ ചരിത്രവുമുണ്ട്. ആ കൊളംബിയയിൽ നിന്നുള്ള കൂട്ടുകാരി മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഡ്രഗ് കാർട്ടലുകളുമായി ബന്ധമുള്ള വ്യക്തിയാണ്. അതിലൊരു വലിയ ഡ്രഗ് കാർട്ടലിന്റെ തലവന്റെ മകളാണ് തുടങ്ങിയ കിംവദന്തികളും ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കാത്തിടത്തോളം കാലം ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അതെല്ലാം രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷെ ഇപ്പോൾ ഈ പ്രചരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾക്കും ചിത്രങ്ങൾക്കും ഒരു ക്രമഘടനയുണ്ട്, ഒരു പാറ്റേൺ. അതാണ് സംശയത്തിന് കാരണമാകുന്നത്. ഇത്തരത്തിൽ അതിനെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തിപരമായി ഞാൻ അഭിപ്രായപ്പെടുവാനുള്ള കാര്യം. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ചെയ്ത ചിത്രങ്ങളാണോ വീഡിയോ ആണോ ഇതെല്ലാം എന്നുള്ളൊരു സംശയം ഒരു വശത്ത് നിൽക്കട്ടെ. ആയിരിക്കാം, അല്ലായിരിക്കാം. ഇവയെല്ലാം യഥാർത്ഥമാണ് എന്ന് തന്നെ കരുതുക. ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്രമഘടനയുണ്ടല്ലോ. ഈ ഒരു വൈറലായിട്ടുള്ള പ്രചാരം തുടങ്ങുന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പല്ല. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് ചൂട് പിടിച്ചു തുടങ്ങിയത്. ഏതാണ്ട് ഒരാഴ്ച മുൻപ് രാഹുൽ ഗാന്ധി സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിലെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ജാപ്പനീസ് ചൈനീസ് വിഭവങ്ങൾക്ക് പ്രസിദ്ധമായ ഫ്യൂജിയ എന്നൊരു റെസ്റ്റോറന്റ്. ആ റെസ്റ്റോറന്റിലെ ഒരു വെയിറ്ററുമായിട്ട് ചിലർ നടത്തുന്ന ഒരു സംഭാഷണമാണ് വീഡിയോ രൂപത്തിൽ പുറത്തു വന്നത്. राहुल गांधी जी का फेवरेट है। आते रहते हैं। कितनी बार आते हैं हफ्ते में 10-12 दिन में 10-12 दिन में एक चक्कर लग जाता है। एक राउंड उनका लगता ही है। फैमिली भी आती पूरी? हाँ, उनके साथ मित्र में अभी नहीं आ रहे, पहले आती थी। इस टाइम नहीं आ रहे। आते रहते हैं उनका तो रेगुलर है। उनकी गर्लफ्रेंड भी आई है कभी? सब महिलाएं भी होती है, ऐसा नहीं पूछ सकते क्या गर्लफ्रेंड नोटी नहीं बोल सकते ना पूछ सकते हैं। पिताजी है कभी तो उनके साथ कोई नहीं हीरोइन आई है? आते रहते हैं। हीरोइनें भी आती हैं? कई बार अकेले आते हैं, कई बार उनके अपने फ्रेंड्स के साथ आते हैं, तो कई बार वो अपने फैमिली के साथ भी आते हैं। अच्छा, एक बात है, एक हमारे देश के नेता लोग भी अच्छी जगह खाते पीते हैं। വെയിറ്റർ പറയുന്നത് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ സ്ത്രീകളും ഉണ്ടാകാറുണ്ട്. അത് ഗേൾ ഫ്രണ്ട് ആണോ ഭാര്യയാണോ എന്ന് ഞാൻ ചോദിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല എന്നൊരു ആഖ്യാനം അദ്ദേഹം അത് പറയുന്നത് തന്നെയാണ്. യഥാർത്ഥത്തിൽ വളരെ നിഷ്കളങ്കമായ ആ വെയിറ്റർ പറയുന്ന ഒരു വീഡിയോയാണ് ഇതിന്റെ തുടക്കം, ഒരാഴ്ച മുൻപ്. അതിനുശേഷമാണ് ഈ ചിത്രങ്ങൾ പതിയെ പതിയെ വന്നു തുടങ്ങി. ഇതിൽ സംശയിക്കുവാനുള്ള ഒരു കാര്യം, ഇത് മനഃപൂർവ്വമായി
സൃഷ്ടിക്കപ്പെടുന്ന ഒരു ആഖ്യാനമാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ഈ ഒരു ഫോൾസ് നറേറ്റീവ് സൃഷ്ടിച്ച് കണ്ടോ, സംഘപരിവാറുകാർ ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുകയാണ് പാവം രാഹുൽ ഗാന്ധിക്കെതിരെ എന്നുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണോ എന്നൊരു സംശയം ഒരു വശത്ത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപകാലത്തായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്കറിയാം രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാണ്, അങ്ങനെ വിശ്വസിക്കുന്നവർ ലൈക്ക് അടിക്കും തുടങ്ങി രാഹുൽ ഗാന്ധിയെ വളരെ സോഫ്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ മിനുക്കുവാനുള്ള ശ്രമം വളരെ ആസൂത്രിതമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫോൾസ് നറേറ്റീവ്, ഒരു വ്യാജ ആഖ്യാനം സൃഷ്ടിച്ച് അതിന്റെ ഉത്തരവാദിത്വം സംഘപരിവാറിന്റെയോ BJPയുടെയോ തലയിലേക്ക് കെട്ടിവെച്ചാൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? രാഹുൽ ഗാന്ധിയുടെ പല കാര്യങ്ങളും, അതായത് പപ്പു എന്ന് അദ്ദേഹത്തിന് വിളിക്കുന്ന പല കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ വ്യാജമായി സൃഷ്ടിക്കപ്പെട്ടവയാണ് എന്ന് പറയുവാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസരം അവർക്ക് അവിടെ തുറന്നു കിട്ടും. അതിലേക്കുള്ള ഒരു സാധ്യതയുണ്ട്. അല്ല എങ്കിൽ ഇത്തരത്തിൽ ഇതൊരു വ്യാജ ആഖ്യാനമാണെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായ ഏതോ ഒരു പുതിയ വീഡിയോ, യഥാർത്ഥ വീഡിയോയോ ചിത്രമോ പുറത്തു വരാനുണ്ട്. അതിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയോട് അടുത്ത വൃത്തങ്ങൾക്ക് കൃത്യമായ സൂചനകളുണ്ട്. അപ്പോൾ അതിനു മുൻപ് തന്നെ വ്യാജമായിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോകളും ചിത്രങ്ങളും പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു സാധുത അല്ലെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ സംബന്ധിച്ചൊരു സംശയം ഉയർത്തപ്പെടും. അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ നിഴൽ ആ അത്തരത്തിലുള്ള ഒരു യഥാർത്ഥ ഗുരുതരമായിട്ടുള്ള വീഡിയോകൾക്ക് മേൽ വീഴ്ത്തപ്പെടും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത്തരം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ചിത്രത്തിലുള്ളത് ഒരു പാകിസ്ഥാനി ചാര വനിതയല്ലെങ്കിൽ, ആ ചിത്രം യഥാർത്ഥമല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ ജീവിതത്തെ സംബന്ധിച്ച് കൊളംബിയയിൽ അദ്ദേഹത്തിന് ഭാര്യയുണ്ടോ, പാകിസ്ഥാനിൽ ഭാര്യയുണ്ടോ, പാകിസ്ഥാനിൽ ഭാര്യ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ദുബായിൽ ഭാര്യയുണ്ടോ, ഇതൊന്നും ഒരു ഭാരതീയർക്ക് അറിയേണ്ട കാര്യമേ അല്ല. രാഹുൽ ഗാന്ധി 56 വയസ്സുള്ള ഒരു യുവാവാണ്. യുവാവെന്ന് ഞാൻ ഡബിൾ കോട്ട്സിലാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ 56 വയസ്സുള്ള യുവാവ് എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതം നയിക്കുവാനുള്ള, ഇഷ്ടം പോലെ നയിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു. ചർച്ചയാക്കേണ്ടത്, അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളും ചർച്ചയാക്കേണ്ടതുണ്ട്. ചൈനീസ് നയതന്ത്ര പ്രതിനിധികളുമായിട്ട് അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകൾ, അമേരിക്കയിൽ സെനറ്റർമാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകൾ, ജോർജ് സോറോസിന്റെ അടുപ്പക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകൾ, പല സർവകലാശാലയിലും അദ്ദേഹം നടത്തുന്ന രഹസ്യ സന്ദർശനങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുന്നത്, കുവൈറ്റിൽ ഒരു റിസോർട്ടിൽ അദ്ദേഹം സന്ദർശിച്ച, കുവൈറ്റല്ല ഖത്തറിൽ ഒരു റിസോർട്ടിലേക്ക് അദ്ദേഹം നടത്തിയ സന്ദർശനം സംബന്ധിച്ച വിവരങ്ങൾ, ഇതെല്ലാം RP തോട്ട്സിലൂടെ നമ്മുടെ RP തന്നെ, ചീഫ് സെക്രട്ടറി RP തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ റിസോർട്ടിലെ സന്ദർശനം ഉൾപ്പെടെയുള്ളവർ, ചൈനയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ കൊളംബിയക്കാരി രാഹുൽ ഗാന്ധിയുടെ ഗേൾ ഫ്രണ്ട് ആണോ, ഭാര്യയാണോ, രഹസ്യ ഭാര്യയാണോ, രണ്ടാം ഭാര്യയാണോ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഇത്തരത്തിലുള്ള ഒരു ആഖ്യാനം എന്തായാലും അത്ര നിഷ്കളങ്കമായി പുറത്തുവിടപ്പെട്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആവേശത്തിന്റെ പുറത്ത് വന്നതാണെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ ഒരു ക്രമഘടന വളരെ കൃത്യതയോടുകൂടിയുള്ളൊരു ആസൂത്രിതമായിട്ടുള്ളൊരു ആഖ്യാന സൃഷ്ടിയാണ് എന്നിൽ ഉളവാക്കുന്നൊരു തോന്നൽ. അങ്ങനെയാണെന്നാണ് എന്റെ ഉള്ളിൽ ഒരു തോന്നൽ ഉളവാകുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക കമന്റുകളിലൂടെ. രാഹുൽ ഗാന്ധിയിലേക്ക് തിരികെ വന്നാൽ, അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം പലപ്പോഴും ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാകാറുണ്ടെന്നുള്ളത് സത്യമാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഭീഷണികൾ ഈ ചിത്രങ്ങളുടെ പിന്നിലോ വീഡിയോയുടെ പിന്നിലോ ഉണ്ടെങ്കിൽ ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ്. അത് അന്വേഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ ഒറ്റയടിക്ക് തള്ളിക്കളയുവാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരല്പം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക ഈ വിഷയത്തെ. അതിന്റെ ഒരു യാഥാർത്ഥ്യം, അതിന്റെ ഒരു സാധുത, ഒരു യാഥാർത്ഥ്യം എന്ന് തന്നെ പറയാം. ഒറിജിനാലിറ്റി, ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ, അല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞേക്കാം അദ്ദേഹത്തിന്റെ കൂടെ കളിക്കുന്ന പയ്യൻ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തിന്റെ മകനാണ്, അതും പറഞ്ഞാൽ കുടുംബം വരാം, ഞങ്ങളെ ഇങ്ങനെ മാനസികമായി വിഷമിപ്പിച്ചു. അത്തരത്തിലുള്ള ആഖ്യാനങ്ങളെല്ലാം പ്രതീക്ഷിച്ചുള്ളൂ ഇതിന്റെ പിന്നാലെ. ഇതിപ്പോൾ ഒരു പരിധി വിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ആഖ്യാന സൃഷ്ടി നടത്തിയവരുടെ ഉദ്ദേശവും അത് തന്നെയായിരിക്കണം. അത്തരത്തിലുള്ള ഒരു പ്രചാരം ഇതിന് ലഭിക്കണം. മറ്റു പല വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാം. ഒപ്പം രാഹുൽ ഗാന്ധിയെ ചൂഴ്ന്നു നിൽക്കുന്ന പല ആരോപണങ്ങൾക്കും ഇതുകൊണ്ടൊരു തടയിടാമെന്നല്ലെങ്കിൽ ഒരു എതിർ
ആഖ്യാനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രതിപ്രവർത്തനമായിട്ട് പ്രവർത്തിക്കാവുന്ന ആഖ്യാനങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പ്രതിയാഖ്യാനം എന്ന് വേണമെങ്കിൽ പറയുന്നു, ഒരു കൗണ്ടർ നറേറ്റീവ് സൃഷ്ടിക്കുവാനുള്ള മാർഗം തുറക്കപ്പെടുവാൻ ഈ വീഡിയോകൾ സഹായിക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് രാഷ്ട്രീയം എന്നുള്ളത് ഇപ്പോൾ പഴയതുപോലെ നമ്മുടെ സുരേഷ് ഗോപിയുടെ കമ്മീഷണർ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഹൈടെക്കും ബ്ലൂ ചിപ്പും കൊണ്ട് അമ്മാനമാടുന്ന ഡൽഹി, ഐ ബിലോങ് ദയർ എന്ന് പറയുന്ന പോലെ അതിൽ നിന്നുമൊക്കെ ഒരുപാട് വികസിച്ചു കഴിഞ്ഞു രാഷ്ട്രീയത്തിലുള്ള ചതികളും ചതിപ്പണികളും കെണികളും എല്ലാം. അത്തരത്തിലുള്ളൊരു കെണിയാണോ ഈ വീഡിയോ എന്നുള്ളത്, ചിത്രങ്ങളും എന്നുള്ളത് സംശയദൃഷ്ടിയോടുകൂടി തന്നെ കാണേണ്ട കാര്യമാണ്. അത്ര സരളമായി ട്രോള് ചെയ്ത് രാഹുൽ ഗാന്ധിയെ ഇത്ര ഒരു പൂവൻകോഴിയായി വാഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ രാഹുൽ ഗാന്ധി ഒരു രാജ്യദ്രോഹി ആണെങ്കിൽ ആ ചിത്രങ്ങളിലൊപ്പമുള്ള ആളുകൾ ഭാരതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ശക്തികളുടെ ഏജന്റുമാരാണെങ്കിൽ, അതിനുള്ള ആളുകളിലേക്കുള്ള പാലമായി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അത് ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതിനു മുൻപ്, ആ ചർച്ചകളിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ ചിത്രങ്ങളുടെയൊക്കെ യാഥാർത്ഥ്യം അത് സംബന്ധിച്ചുള്ള ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുക. വ്യാജ ഗാന്ധി കുടുംബത്തിലെ യുവരാജാവ് പലപ്പോഴും പപ്പു ആണെങ്കിലും അയാളെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ശക്തികൾ ബുദ്ധിയില്ലാത്തവരല്ല, ശക്തിയില്ലാത്തവരല്ല, സ്വാധീനമില്ലാത്തവരല്ല. ഇതെല്ലാം വളരെ അധികമുള്ള, വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ പല രാജ്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയ ശക്തികളാണ്. അതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിതെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇക്കാര്യത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം വ്യത്യസ്തമാണോ, എന്നോട് യോജിക്കുന്നുണ്ടോ, ഇതെല്ലാം കമന്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പരമാവധി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.